ഞങ്ങളുടെ കൂടെ പഠിച്ചത് അച്ചിരി കുശുമത്തിയ സരിത. അവളുണ്ടല്ലോ, അവളൊരു സീസ് സാധനം ഇട്ടുണ്ട് വന്നിട്ട് ലാച്ച പോലെയുള്ളത്, പണ്ടത്തെ ഫാഷൻ അല്ലാത്ത ലാച്ചയല്ല. അവളുടെ പയറൊക്കെ കാണാട്ടാ, പെണ്ണിന്റെ പയറ് കാണാൻ കൊള്ളുന്നില്ല. എന്നിട്ട് അതിട്ടിട്ട് നല്ല റെഡ് കളർ, എന്നിട്ട് നിറച്ച് കല്ലൊക്കെ പിടിപ്പിച്ച അത് ഭയങ്കര പൈസയാവോ? അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടുണ്ടാവില്ല? കല്യാണത്തിനൊക്കെ പോയ അടിപൊളിയായിരിക്കും. അങ്ങനെ ഷോൾ ഉണ്ടായിരുന്നോ? ഒരു ഷോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ വേറെ എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ എങ്ങാനും ഇടാം. കമ്മലും ചുമന്ന മാലയൊക്കെ ഇട്ടയച്ചത് പൈസയാവും അല്ലേ? എനിക്ക് തോന്നിയാന്നല്ല. പിന്നെ നല്ല കാശ്, 10,500 രൂപ. എന്റെ അമ്മ അത്രയൊന്നും വേണ്ട, അതിനൊക്കെ ഭയങ്കര പൈസ പോലെ ഇരിക്കുന്ന. അങ്ങനെ എന്തെങ്കിലും നമുക്കേ ധാവണി എടുത്താല. ധാവണി സൂപ്പർ അല്ലേ? പണ്ടത്തെ അല്ലേ, ഇപ്പോഴത്തെ മോഡൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങക്ക് നല്ലതായിരിക്കും മക്കളെ. നീ ആദ്യം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ റൊണാൾഡെ. ഞങ്ങൾ ആ ധാവണിയെ കൊടുത്ത് പാവാടയും ഇത്രയുള്ള ബ്ലൗസ് ഷോളൊക്കെ ഇട്ട് ലില്ലിപ്പള്ളിന് ചേരും, എല്ലാവർക്കും ചേരും, തങ്കച്ചേട്ടത്തിക്കും ചേരും. നിങ്ങക്ക് ചേരും, നിങ്ങൾ എടുക്കും. അമ്മായി ഇടണം. ഞാനോ? നമുക്ക് 3 പേർക്കും ഒരേപോലത്തെ ഇട്ടുണ്ട്. ഒരു അമ്മാവ് സമ്മതിക്കൂലടി കല്യാണത്തിനൊന്നും അത് കൊടുക്കാൻ. ഇത് സാരി പോലെ തന്നെ ഇരിക്കും അമ്മായി. ബ്ലൗസും ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഷോളും ഉണ്ട്, താഴെ ഇങ്ങനെ മറ്റേ സാരി പോലെ അല്ലെന്നുള്ളൂ, പാവാട പോലെ. അത്രേ ഉള്ളു വ്യത്യാസം. ശരിയാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവാട അരയ്ക്ക് കീഴ്പോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ധാവണിയാന്ന് മനസ്സിലാവും, അരയ്ക്ക് മേപ്പിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സാരി. എന്നിട്ട് മറ്റേ ശശികല ചാർത്തിയ പാട്ടുകളുണ്ട്. ഞങ്ങൾ എന്ത് വേണം തീരുമാനം. പക്ഷെ ഉണ്ടല്ലോ, ഈ മൂരാച്ചി ക്ലീറ്റോ സമ്മതിക്കോ എന്തോ? എന്ത് സമ്മതിക്കാതിരിക്കേണ്ട കാര്യം? എന്ത് ഡ്രസ് ഇടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ? അല്ല പിന്നെ അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിടെ എവിടെയും കാണിക്കണമെന്നില്ലല്ലോ. പക്ഷെ ഒരുപാട് പൈസ ആവൂലല്ലോ. ധാവണിക്കൊക്കെ ഒരു 1000-600 രൂപയൊക്കെ ആവത്തുള്ളൂ. 1000, 1100 രൂപയിൽ നിൽക്കുന്നത് മതി കേട്ടോ, അത്രയൊക്കെ മതി. ഒരു 1500 രൂപ ബഡ്ജറ്റ് ഇടാം. അതിൻ്റെ അകത്ത് ഡ്രസ്സ്, കമ്മല്, മാല, വള, പൂ വേണ്ടവര് എക്സ്ട്രാ 100 രൂപ ഇട്ടോണം. പൂവ് വേണ്ട എനിക്ക് പൂവ് നമുക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒപ്പിക്കാലോ, സമയമുണ്ടല്ലോ. കുപ്പിവള എനിക്ക് കുറച്ച് മേടിയോ, എനിക്ക് കൊതിയാവുന്നു. എനിക്ക് കുപ്പിവളയൊന്നും വേണ്ട. ഈ പ്രായത്തിൽ കുപ്പിവളയൊക്കെ ഇട്ടിട്ട്. അമ്മായി ഇങ്ങനെ ചിന്തിക്കല്ലേ അമ്മായി. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഈ ഏജ് എന്ന് പറയുന്നതേ വെറും നമ്പർ മാത്രമാണെന്ന് മനസ്സിലായി. ഇതൊക്കെ എവിടുന്നാ പഠിക്കണേ? ഞാൻ ഒരുപാട് വായിക്കുമല്ലോ. യൂട്യൂബിന്റെ അകത്തൊന്നും കണ്ടെന്നല്ല, ഞാൻ വായിക്കും, ഞാൻ ബുക്കുകൾ വായിക്കും. നോവല് മാത്രമല്ല വായിച്ചോണ്ട് ചേച്ചി കാണുമ്പോഴത്തേക്ക്. ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ബെഡ്റൂമിലിരുന്ന് ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അവൻ പറഞ്ഞ എന്തായാലും ആവട്ടെ, എനിക്ക് അതൊന്നും കുഴപ്പമില്ല. എനിക്ക് എന്നും ധാവണി എടുത്താൽ